നമസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്നുള്ള പ്രധാന വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഒട്ടുമിക്ക വേദികളിലെയും മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോഴും തുടർന്നു പോകുന്ന മത്സരങ്ങളുമുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ വേദികളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരും കോഴിക്കോടും പാലക്കാടും തമ്മിൽ വളരെ ശക്തമായ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരം അക്ഷരാർത്ഥത്തിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസം 16 വേദികളിലായിട്ടായിരുന്നു മത്സരങ്ങൾ നടന്നത്. അപ്പീലുകളുടെ ബാഹുല്യം കൊണ്ട് നൃത്ത മത്സരങ്ങളെല്ലാം ഏറെ വൈകിയാണ് അവസാനിച്ചത്. മുഖ്യവേദിയിൽ നടന്ന ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിന്റെ ഒപ്പനയായിരുന്നു മൂന്നാം ദിവസത്തെ ആകർഷണം. രാവിലെ 9 മണിയോടെ തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യം ഏറെ വൈകി തീർന്നതുകൊണ്ട് കാണികൾ കാത്തിരുന്ന ഒപ്പന മത്സരവും വൈകി. അപ്പീലുകാരുടെ എണ്ണ കൂടുതലാണ് ഭരതനാട്യ മത്സരം നീണ്ടുപോവാൻ കാരണമായത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളുടെ ദേശഭക്തി ഗാന ബാൻഡ് വാദ്യ മത്സരങ്ങൾ രാജ്യസ്നേഹത്തിന്റെ സന്ദേശം നൽകുന്നതായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുത്ത അപ്പീലുകാരുടെ എണ്ണം ഏറെയായിരുന്നു. ഉപകരണ സംഗീത മത്സരവേദിയിൽ വയലിനിലും ഓടക്കുഴലിലും കുട്ടികൾ നാദവിസ്മയം തീർത്തു. എട്ടാം വേദിയിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗത്തിന്റെ കോൽക്കളി മത്സരവും ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിന്റെ ദഫ്മുട്ട് മത്സരവുമായിരുന്നു മൂന്നാം ദിവസത്തെ മറ്റ് ആകർഷണങ്ങൾ. ഈ മത്സരങ്ങൾ പതിവ് പോലെ വീറും വാശിയും നിറഞ്ഞതായിരുന്നു. ടീം മീഡിയ 1 പാലക്കാട്. അപ്പീലുമായി മത്സരത്തിനെത്തിയ മത്സരാർത്ഥിക്ക് 1ാം സ്ഥാനം. ഹൈസ്കൂൾ വിഭാഗം കേരള നടനത്തിൽ മത്സരിച്ചാണ് മലപ്പുറം മേലാറ്റൂരിൽ നിന്ന് വന്ന ഗായത്രിക്ക് കന്നി മത്സരത്തിൽ തന്നെ 1ാം സ്ഥാനം ലഭിച്ചത്. പ്രതീക്ഷിക്കാത്ത വിജയമാണ് മേലാറ്റൂർ RMHS വിദ്യാർത്ഥിനിയായ ഗായത്രിയെ തേടിയെത്തിയത്. കന്നി മത്സരം നേടിക്കൊടുത്തത് സംസ്ഥാന തലത്തിൽ തന്നെ 1ാം സ്ഥാനം. ജില്ലയിൽ ഞാൻ അപ്പീലൂടെയായിരുന്നു വന്നത്. പെണ്ണിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചു. എ ഗ്രേഡ് കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി. അധ്യാപകരായ സുഗുണപ്രകാശിന്റെയും മിനിയുടെയും മൂത്ത മകളാണ് ഗായത്രി. സദനം റഷീദിന്റെ ശിക്ഷണത്തിലാണ് ഗായത്രി പഠിച്ചതും. ശിഷ്യയുടെ വിജയത്തെക്കുറിച്ച് ഗുരു ഇങ്ങനെ പറയും. സാധാരണ കേരള നടനങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ മറ്റുള്ള ഒരു കമ്പോസ് ചെയ്ത ഇനങ്ങളായിരുന്നു ഞാനും പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പുതിയ ഇനങ്ങൾ സ്വന്തമായി ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്നുണ്ട്. സോഫിയ ബിൻ, മീഡിയ 1. ഹയർ സെക്കൻഡറി ബാൻഡ് മേളം പൊടിപാറും പ്രകടനമായി. 16 ടീമുകളാണ് ബാൻഡ് വാദ്യത്തിൽ പങ്കെടുത്തത്. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിനകത്തെ ഗ്രൗണ്ടിലാണ് ബാൻഡ് മേളം നടന്നത്. പട്ടാള ചിട്ടയിലാണ് മിക്ക ടീമുകളും ഗ്രൗണ്ടിലെത്തിയത്. ജഡ്ജിമാരായി എത്തിയതും പട്ടാളക്കാർ തന്നെ. ബാൻഡിന് പങ്കെടുക്കുന്ന ടീമുകളുടെ വസ്ത്രധാരണ ജഡ്ജിമാർ പരിശോധിച്ചു. ആൺകുട്ടികളുടെ ടീമുകളും പെൺകുട്ടികളുടെ ടീമുകളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുള്ള ടീമുകളും ഉണ്ടായിരുന്നു. ഒരു നേതൃത്വത്തിന് കീഴിൽ ചുവട് തെറ്റാതെ ഓരോ ടീമും മികവ് കാട്ടി. ബാൻഡ് മേളത്തിനു പട്ടാളവുമായി ബന്ധമുണ്ട്. മിലിറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് സ്കൂൾ കുട്ടികളതാണ്. എല്ലാ സ്കൂളുകളും ഇത് ചെയ്യുന്ന അത് സ്കൂളിൽ നിന്ന് വെച്ചാൽ ബോയ്സിനെ സെപ്പറേറ്റ് ആക്കണം. അത് ഇതുവരെയും നടന്നിട്ടില്ല. ഇതിപ്പോൾ ഗേൾസും ബോയ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദേശഭക്തി ഗാനങ്ങളാണ് ബാൻഡ് മേളങ്ങളിൽ അവതരിപ്പിക്കുന്നതിൽ ഭൂരിഭാഗവും. ജനഗണമന പാടിയാണ് കലോത്സവത്തിനെത്തിയ മിക്ക ബാൻഡ് മേളങ്ങളും അവസാനിച്ചത്. സാജിദ് അജ്മൽ, ടീം മീഡിയ 1 പാലക്കാട്. കോൽക്കളിയിൽ കോലുകളുടെ സ്ഥാനം എന്താണ്? കോലിന്റെ നീളത്തിലും അളവിലും മാത്രമല്ല തടിയിലും കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഈറൻ പന കൊണ്ടുള്ള കോലുകൾ മാത്രമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അധികമാർക്കും അറിയാത്ത ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ സമ്മാനം നഷ്ടമാകും. കോൽക്കളിയുടെ ഓരോ ചുവടും കോലിന്റെ താളത്തിനൊപ്പമാണ്. കോലിന്റെ താളം പിഴച്ചാൽ ചുവടും പിഴയ്ക്കും. അതുകൊണ്ട് തന്നെ കോലിന്റെ നിർമ്മാണത്തിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ടെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ പറയുന്നു. നമ്മൾ ഈ പറയുന്ന വേർഡ്സുകളൊക്കെ ഈ 1 2 3 1 2 3 നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ തകൃത എന്നുള്ള വാക്ക് ഈ കോൽ പറയും. തകൃത 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 തെക്കോൽ മർഗോൽ ഈ കൊട്ടിയുള്ള താളയിൽ വരും.
ഈറൻ പനയാണ് മുഖ്യമായും കോൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മറ്റ് തടികൾ ഉപയോഗിക്കുന്നത് താളത്തെ ബാധിക്കും. ഇത് അങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല. ഇതിന് ഏറ്റവും വലിയൊരു ആരുണ്ട്. ആരെന്ന് പറഞ്ഞാൽ ഇത് നീളം ഈ ആരിന് കണക്കാക്കാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ ഈ ഒരു ആരന് എത്ര ഉണ്ടാവും. അതേപോലെ തെങ്ങിൻ്റെ ആളാണെങ്കിൽ അവിടെയാണ് പൊടിഞ്ഞ് പിള്ളേരെ കണ്ണിന് കിട്ടും. അതേപോലെ ഈറമ്പന എന്ന മറ്റേ കരിമനക്കും ഉണ്ടാകും എന്തൊക്കെ സ്വഭാവം. പുരാതന മുസ്ലിം തറവാടുകളിലെല്ലാം ഇപ്പോഴും ഇത്തരം കോലുകൾ സൂക്ഷിക്കുന്നുണ്ട്. ടീം മീഡിയ 1. ദിവസങ്ങളോളം തുടർച്ചയായി മൃദംഗം വായിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കുഴൽമന്ദം രാമകൃഷ്ണൻ കലോത്സവ വേദിയിൽ സജീവമാണ്. അദ്ദേഹം മീഡിയ 1 സ്റ്റുഡിയോയിലെത്തിയിരുന്നു. അദ്ദേഹം മീഡിയ 1മായി പങ്കുവെച്ച വിശേഷങ്ങൾ കാണാം. ഈ കലോത്സവ നഗരിയിൽ വേദികളെല്ലാം ഉണർന്നു കഴിഞ്ഞു. മത്സരങ്ങൾ പലയിടങ്ങളിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് മോഹിനിയാട്ടം നടക്കുന്നു. നാടകം ഒരു വേദിയിൽ വളരെ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നു മുതൽ വീറും വാശിയും നമുക്ക് ഈ കലോത്സവ വേദിയിൽ കാണാം. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച കലാപ്രകടനങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കലോത്സവം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നമുക്ക് പാലക്കാടിൻ്റെ സംഗീത പാരമ്പര്യത്തെ ഒരിക്കലും മറന്നു പോകാൻ കഴിയില്ല. കാരണം സംഗീതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കലാപാരമ്പര്യം മാത്രമല്ല, കാർഷിക വൃത്തിയുടെ കാര്യത്തിലുമെല്ലാം തനതായ ഒരു സംസ്കാരവും പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉണ്ട് പാലക്കാടിന്. പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുഴൽമന്ദം രാമകൃഷ്ണൻ എന്ന കലാകാരനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കുഴൽമന്ദം രാമകൃഷ്ണൻ 21 ദിവസം തുടർച്ചയായി മൃദംഗം വായിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചു. കുഴൽമന്ദം അങ്ങനെ വളരെ പോപ്പുലറുമാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. ഇന്ന് എനിക്കും ജിൽസിക്കുമൊപ്പം നിങ്ങൾക്ക് വളരെ പരിചിതയായ നമ്മുടെ റിപ്പോർട്ടർ സന്ധ്യയും കൂടി കുഴൽമന്ദം പ്രത്യേകം അതിഥിയായി എത്തിയ സാഹചര്യത്തിൽ സന്ധ്യ കൂടിയുണ്ട് ഇന്ന് ഈ ചർച്ചയിൽ. അപ്പോൾ സ്വാഗതം. ഈ മൃദംഗവുമായി വരുന്ന കുഴൽമന്ദമാണ് നമ്മൾ കാണുന്നത്. ഇതൊരു മൃദംഗമാണ് എന്ന് ഒറ്റ നോട്ടം തോന്നുമ്പോൾ ഇത് മൃദംഗമല്ല എന്ന് തോന്നുന്നു. ഇത് എന്താണിത്? ഇത് ഇൻസ്ട്രുമെന്റിന്റെ പേര് മൃദു എന്നാണ്. അപ്പം മൃദംഗത്തിന്റെ ടോണുള്ള കുറച്ച് മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ഫൈബർ ഗ്ലാസ്, അതുപോലെ നെട്ടും ബോൾട്ടും വെച്ചിട്ടുള്ള ചെയ്തിരിക്കുക. പിന്നെ ഇലക്ട്രോണിക് മൈക്ക് ഇതിൽ തന്നെ സെറ്റിലാണ്. അതുകൊണ്ട് നമ്മൾ ഹാങ്ങിങ്ങിൽ ഇങ്ങനെ ഓഡിയൻസിനിടയ്ക്കൊക്കെ ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. അതായത് ഒരു മോഡേണിറ്റി വരുത്തി അല്ലേ? മൃദംഗത്തിന് ഒരു കുറച്ചുകൂടി മോഡേൺ ആക്കി. അല്ല, കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം പരീക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മൃദംഗം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നത്, പ്രത്യേകിച്ച് മൃദംഗം പോലെ ഒരു തനത് വാദ്യത്തില്? അതെ, അതെന്താന്ന് വെച്ചാല് ഞാൻ 2005 ശേഷം ഒരു ഗിന്നസ് റെക്കോർഡുകാരനായപ്പോൾ പല വേദികളിലും കച്ചേരി അല്ലാത്ത വേദികളിൽ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം കലാലയങ്ങളൊക്കെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ അവർ പറയും കുറച്ച് ഇൻസ്ട്രുമെന്റ് പെർഫോം ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇൻസ്ട്രുമെന്റ് പെർഫോം ചെയ്ത വെച്ചാൽ മൃദംഗത്തിനെ സംബന്ധിച്ചിട്ട് എനിക്കൊരു ചിട്ടകളൊക്കെ ഉണ്ട്. അത് നിലത്തിരുന്ന് നമ്മൾ ആ ഒരു മൈക്കൊക്കെ സെറ്റ് ചെയ്ത് അതിന് കുറേ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് ഞാൻ മാറാൻ തുടങ്ങിയത്. പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പം ഇദ്ദേഹത്തെ പോലെയുള്ള കലാകാരന്മാരാണ് ഇത്തരം വാദ്യ ഉപകരണങ്ങളുടെ പ്രകടനത്തെ വളരെ ജനകീയമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് അല്ലേ? വേദിയിൽ വളരെ ജനകീയമായ രീതിയിൽ മൃദംഗം അവതരിപ്പിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഇപ്പോൾ കുഴൽമന്ദം രാമകൃഷ്ണൻ അല്ലേ? അല്ല, ജനകീയം എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പിലിരിക്കുന്ന ആസ്വാദകരെ എപ്പോഴും പ്ലീസ് ചെയ്യണം. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ സന്തോഷിപ്പിച്ചിട്ടേ അവിടെ നിന്ന് പോകാവുന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ്. അതായത് ഇതിൽ ശാസ്ത്രീയ ചട്ടക്കൂട്ടിൽ നിന്ന് ഇടയ്ക്കൊക്കെ മാറി ചിന്തിക്കാറുണ്ട് അല്ലേ? അല്ല, ആ ശാസ്ത്രീയമായിട്ടുള്ള ചട്ടക്കൂട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ കച്ചേരികൾക്ക് മൃദംഗം വായിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു ഉപകരണത്തിനെ കൊണ്ടുപോയിട്ട് ഞാൻ നിന്നുകൊണ്ട് വായിച്ചിട്ടില്ല. ഒരിക്കലും മാറിയിട്ടില്ല. ആ കച്ചേരിയുടെ സമ്പ്രദായം അത് അതേപടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കലാകാരനാണ്. ഒപ്പം തന്നെ നമ്മൾ മറ്റുള്ള വേദികളിൽ, അതായത് ഒരു വയലിൻ അല്ലെങ്കിൽ ഒരു ഗിറ്റാറൊക്കെ നിന്നുകൊണ്ട് വായിക്കുന്ന വേദികളിൽ ഫ്യൂഷൻ മ്യൂസിക് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെന്റിനെ ഒന്നുകൂടെ പോപ്പുലറൈസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല. അതിപ്പോ ഈ സന്ധ്യ പറഞ്ഞതുപോലെ ഈ രണ്ട് തരത്തിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഈ പാരമ്പര്യ സ്വഭാവമുള്ള കലാരൂപങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും പാടില്ല, അത് അതേപടി അതിന്റെ തനത് രൂപത്തിൽ തന്നെ നിലനിർത്തണമെന്ന് വാദിക്കുന്നവരുണ്ട്. കുഴൽമന്ദം പറയുന്നു ഇത് കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യാൻ ഇതുപോലെ ചെറിയ ചില മാറ്റങ്ങൾ വേണ്ടിവരും. പുതിയ കാലത്തിനനുസരിച്ച് ഇപ്പോൾ സമയം നമുക്കില്ല, വേഗത കൂടിയ ലോകമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് കഥകളി ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ആളുകൾ ചെല്ലുന്ന സമയമാണ്. കച്ചേരിക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ മൃദംഗമായിട്ട് ചെന്ന് സമ്പ്രദായ പ്രകാരം ചെയ്യുന്നു. പക്ഷേ ഫ്യൂഷൻ ആൻഡ് മ്യൂസിക് പുതുതായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതിന് ഞാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവിടെ ഒരു ചട്ടക്കൂടൊന്നുമില്ല. ഫ്യൂഷൻ എന്ന് പറയുന്ന ആരും ഒരു ഡെഫൈൻ ചെയ്തിട്ടില്ല എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ. അതിന് ഞാൻ പറയാറുണ്ട് കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്യാറ്. പകുതി തമാശയായിട്ട് ഞാൻ ചോദിക്കട്ടെ, അതായത് പോപ്പുലാരിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണോ? കാരണം 501 മണിക്കൂർ തുടർച്ചയായി മൃദംഗം വായിക്കുക,
ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് മൃദംഗത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അല്ലേ, ഇതൊരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ആണ് ഇപ്പോൾ. അങ്ങനെ അപ്പോൾ കുഴിമന്തം ബേസിക്കലി ഒരു പോപ്പുലാരിറ്റി, അതായത് ജനങ്ങൾ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ വരണം. ഇതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിനകത്തിരുന്ന് പെർഫോം ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അല്ലേ. അവർ ആ മാനസികമായിട്ട് ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രം ഞാൻ പാടുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ ചേച്ചിമാരെല്ലാം ഒരു ചേച്ചി മ്യൂസിക് ടീച്ചറാണ്. ഇന്നലെ ഇവിടെ ഈ സ്വാഗതഗാനത്തിൻ്റെ സംഘത്തിലുണ്ടായിരുന്നു. വേറൊരു ചേച്ചി വയലിനിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു കച്ചേരി ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലേ ഞാൻ കച്ചേരി ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ഗിന്നസ് റെക്കോർഡുകാരനായിട്ട് വലുതാവണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. 2004 എൻ്റെ ഒരു ചേച്ചി ക്യാൻസറായിട്ട് മരിച്ചപ്പോഴാണ് ഞാൻ അതിലേക്ക് ഒരു ആഗ്രഹം തോന്നിയത്. കാരണം ആ ഒരു വേദന കുറച്ച് അനുഭവിക്കണം എന്നുള്ളൊരു ചെറിയൊരു പോയിന്റ് നിന്നാണ് എനിക്കിത് ഉണ്ടായത്. അങ്ങനെയാണ് 36 മണിക്കൂർ ഞാനൊരു ഗിന്നസ് റെക്കോർഡുകാരൻ ചെയ്തത്. അത് ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു ക്യാൻസർ എന്നുള്ള അസുഖത്തിനെതിരെ ഞാൻ ചെയ്തുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഉപകരണത്തിന് എനിക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്, അതിന് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. എനിക്കല്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൃദംഗം എന്നുള്ള റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ താളവാദ്യങ്ങളുടെയും സെഗ്മെൻറ്റിൽ ഞാൻ പിന്നീട് ഒരു റെക്കോർഡ് ശ്രമിച്ചത്. എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു മൃദംഗം എന്ന് പറയുന്ന ഉപകരണത്തിൽ നിന്നുള്ള മാറ്റം തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ മൃദംഗത്തിനെ പല രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു പരാതി ഒരു ഭാഗത്ത് നിന്ന് വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ഡെവലപ്പ് ചെയ്ത് ഒരു പേരിട്ടത്, മൃദു എന്ന് പറഞ്ഞൊരു പേരിട്ടത്. കാരണം ഫ്യൂഷൻ മ്യൂസിക്കിൽ നമ്മൾ നിന്നുകൊണ്ട് വായിക്കുന്നു എന്നുള്ളൊരു പരാതി നമ്മുടെ കാലശേഷം മാത്രമേ നമ്മളെ അംഗീകരിക്കുന്നു എന്നുള്ളത്. അത് സത്യമാണ്, ഞാൻ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാവും. കാരണം കുഴൽമന്ദത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞില്ല. കുഴൽമന്ദത്തെ പോലെ അനുഗ്രഹീതനായ ഒരു കലാകാരനെ വിളിച്ചിരുത്തി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് ആസ്വദിക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഫ്യൂഷൻ ഞാൻ ഉപയോഗിക്കാറുണ്ട് ചില സന്ദർഭത്തിൽ. ഇങ്ങനെ പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ പുതിയ രീതികൾ കൊണ്ടുവരിക, അതിനോടൊപ്പം പുതുതായിട്ട് പഠിക്കാൻ, അതായത് ഇതിന് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അതിനുവേണ്ടി ഇപ്പോൾ സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോൾ മുഴുവൻ സമയം കലാകാരനാണ്. ഭാഗ്യവശാൽ ഞാൻ പറയുന്നത്, നമുക്ക് മറ്റു പല മേഖലകളിലും പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അച്ഛനാണ് എന്നെ പോകണ്ടെന്ന് പറഞ്ഞത്. ഞാനൊരു BCom ഗ്രാജുവേറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ജോലിക്ക് പോകണമെന്ന് എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ വിട്ടില്ല. ഇപ്പോൾ തോന്നുന്നു അതെല്ലാം നല്ലതിനായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതും വെച്ച് ജീവിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരിക്കലും മൃദംഗം എന്നുള്ള ഉപകരണത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള സാധ്യതകൾ നമ്മൾ പരീക്ഷിക്കുകയും വേണം. ഞാൻ ചെയ്തില്ലെങ്കിലും ഇത് വേറൊരാൾ നാളെ ചെയ്തു എന്ന് വരാം. ഈ മൃദു കൊണ്ടുപോകുന്ന വേദിയിൽ കൂടുതൽ ചെറുപ്പക്കാരാണോ വരുന്നത്? എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. കാരണം വെച്ചാൽ താളം എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിനെ നമ്മളൊരു ചെറിയ ചട്ടക്കൂടുകളിൽ നിർത്തുന്നതാണ് ഒരു പ്രശ്നം അല്ലേ. ചില കാര്യങ്ങളിൽ ഇന്നതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അതെല്ലാം നമ്മൾ ആ ഒരു ലോക്കലൈസേഷനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. പുറം ലോകത്തൊക്കെ നമ്മൾ പോകുമ്പോൾ പലതും നമുക്ക് മാറേണ്ടി വരുന്നു. അതിനനുസൃതമായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതൊക്കെ കലയ്ക്ക് അനന്തമായ സാധ്യതകളാണുള്ളത്. ആ സാധ്യതകളെ മുഴുവൻ പരമാവധി ഓരോ കാലത്തും അതാത് കലാകാരന്മാർ അതിൻ്റെ എക്സ്ട്രീം സാധ്യതകൾ അല്ലേ ഉണ്ടായിരിക്കും. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നിരിക്കും. അന്നെല്ലാം അവർ വിമർശനങ്ങൾ സഹിച്ചിട്ടാണ് ജീവിച്ചിട്ടുണ്ടാവുക. ഇന്ന് നമ്മൾ പറയുന്ന പല അതുല്യരായിട്ടുള്ള കലാകാരന്മാരും പുതിയ പരീക്ഷണത്തിനും എതിർപ്പുകൾ സ്വാഭാവികമാണ്. സന്ധ്യ നല്ല പാട്ടുകാരിയാണ് എന്ന്
അങ്ങാടിപ്പുറത്തെ ഞെരളത്ത് സംഗീതോത്സവം 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംഗീതോത്സവമാണ്. അതുപോലെ ഗുരുവായൂരിൽ ചെമ്പൈ സംഗീതോത്സവം 15 ദിവസം നീണ്ടു. ഞാനിപ്പോൾ ഗുരുവായൂരിലെ ചെമ്പൈ സംഗീതോത്സവത്തിൽ 15 ദിവസവും അവിടെ മുഴുവൻ സമയം ചെലവഴിക്കുന്ന ഒരാളാണ്. അതുപോലെ അങ്ങാടിപ്പുറത്തും ഞെരളത്ത് സംഗീതോത്സവത്തിലും അങ്ങനെ പരിചയപ്പെട്ട ഒരു മുഖമാണ് സന്ധ്യയുടെ. പിന്നീടാണ് അവതാരികയായിട്ട് മാറുന്നതൊക്കെ. അപ്പോൾ ഈ ജേർണലിസം പഠിക്കുന്നതിന് മുമ്പേ സംഗീതജ്ഞ ആയിരുന്നു എന്ന് പറയാം. രണ്ടുപേരുടെയും കൂടെ ഒരു പെർഫോമൻസ് ഇവിടെ ഇന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. എനിക്ക് പരിമിതികളുണ്ട്. മുൻകൂർ ജാമ്യം. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ ഉള്ളി വാ അന്തിപ്പൂമാനും പൊന്നു ഞാലാട്ടും മന്ദാരപ്പൂക്കൾ ഉള്ളി വാ കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ വിരിയും കളരവമായി പൂങ്കാറ്റേ ലാലാ പാടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ ഉള്ളി വാ. ഒരുപാട് പരിമിതികളുണ്ട്. എന്തായാലും നല്ല നിമിഷങ്ങളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കുഴൽമന്ദ രാമകൃഷ്ണന്റെ സാന്നിധ്യം, ഒപ്പം നമ്മുടെ റിപ്പോർട്ടറുടെ ഒരു പുതിയ മുഖം കൂടെ കണ്ടെത്താൻ പറ്റി. അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഈ വേദിയിലേക്ക് വന്നതിന്, ഒപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നതിന് ഒരുപാട് നന്ദി. മീഡിയ വണ്ണിലെ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ യുവജനോത്സവത്തിൻ്റെ റിപ്പോർട്ടിംഗ് എല്ലാം നന്നായിട്ട് കുറച്ച് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമാറാട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. മത്സരവേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 ഒപ്പന ടീമുകൾ മീഡിയ വൺ പ്രേക്ഷകർക്കായി ഇവിടെ ഒപ്പന കാഴ്ചവെക്കുന്നു. അന്നെത്തി ജാരത്തിൽ പോയ രാജ്യങ്ങളും കണ്ടെത്തി ഏശി കാര്യങ്ങളും മക്ക നാട്ടിലായി നീട്ടിടും ഇഷ്ടക്കനിയെ പൂകി നിന്നിടലും നിൽപ്പതിൽ പൂതി പൂത്തതിലും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിവസവും ഏകദേശം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളുണ്ട്. ഏറെ വൈകിയ മത്സരങ്ങൾ തുടർന്നു. അപ്പീലുകളുടെ ബാഹുല്യം മൂലം നൃത്തവേദികളിലെ മത്സരങ്ങളെല്ലാം അവസാനിച്ചത് ഏറെ വൈകിയാണ്. അതുകൊണ്ട് തന്നെ ഒപ്പന 2 മണിക്ക് ആരംഭിക്കേണ്ട ഒപ്പന ഏറെ വൈകിയാണ് ആരംഭിച്ചത്. രാത്രി ഏറെ വൈകിയും ഒപ്പന മത്സരം തുടർന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ വേദിയിൽ നിന്നും നമുക്ക് കാണാവുന്നത്. തൃശ്ശൂരും പാലക്കാടും കോഴിക്കോടും തമ്മിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കലോത്സവ നഗരിയിൽ നിന്നുള്ള ഓരോ വാർത്തകളും വിശേഷങ്ങളും മീഡിയ വൺ പ്രേക്ഷകരിലെത്തിക്കും. മീഡിയ വണ്ണൊപ്പം തുടരുക. നമസ്കാരം.